ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഓയിലോ ബട്ടറോ ഒന്നും തന്നെ ചേർക്കാതെ ഒരു ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനായി ഞാനിവിടെ ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളക് ഒരു 6 എണ്ണം, ഇഞ്ചി ഒരു മീഡിയം സൈസ്, ഉള്ളി ഒരു കൈ നിറയെ, അതിലേക്ക് തക്കാളി ഒരു വലുത് ചേർക്കുന്നുണ്ട്, പുതിനയില ഒരു ടേബിൾ സ്പൂൺ, കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഞാൻ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായി നമ്മൾ നേരത്തെ അരച്ചു വെച്ച മിക്സ് ചേർക്കുന്നുണ്ട്. അതിലേക്ക് സവാള 2 മീഡിയം സൈസ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല 1/2 ടീസ്പൂൺ, ചിക്കൻ മസാല 1 ടേബിൾ സ്പൂൺ, അതിലേക്ക് തൈര് ഒരു 3 ടേബിൾ സ്പൂൺ, ഒരു 1/2 ലെമൺ ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പ്. ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിരുമ്മി ഇളക്കി നമുക്കൊന്ന് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒരു കുക്കറിലിട്ട് 2 വിസിൽ വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. വേറൊരു പാത്രത്തിൽ 20 മിനിറ്റ് സോക്ക് ചെയ്ത ബസ്മതി റൈസ് സ്പൈസസും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം വീതം ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റീം എല്ലാം പോയി നമുക്ക് കുക്കർ ഒന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ചിക്കൻ എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പാത്രത്തിൽ ചിക്കനൊക്കെ നന്നായിട്ട് നിരത്തി വെച്ച് അതിൻ്റെ മുകളിലേക്ക് ചോറിട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ചോറ് മുഴുവൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 12 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒരു 30 മിനിറ്റ് ശേഷം മാത്രമേ മൂടി തുറക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഇവിടെ നല്ല അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഓയിലോ ബട്ടറോ ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഇങ്ങനെ തയ്യാറാക്കിയെടുക്കാം. നിങ്ങളെല്ലാവരും ഇത് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.